ലോകത്തൊരിടത്തൊരു രാജ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അനുഗ്രഹീതമായ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അതിലെ അംഗസംഖ്യ കൂടിയപ്പോൾ ആ പള്ളി പുതുക്കിപ്പണിതു. പിന്നെ അതൊന്നുകൂടെ വളർന്നപ്പോൾ ഒരു ഗംഭീര കത്തീഡ്രലായി വിപുലീകരിച്ചു. അവിടുത്തെ ഒരു അംഗമായ ജോർജ് കുട്ടിയും കുടുംബവും പള്ളിക്കാര്യത്തിന് വളരെ ശുഷ്കാന്തിയുള്ളവരാ. പള്ളിയുമായുള്ള അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഇതാ നിങ്ങൾക്കായി. അതെ, ഓർത്തഡോക്സ് പള്ളി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കണ്ട് തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ: ഇതിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രം. ഏതെങ്കിലും പള്ളിയുമായിട്ടോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ടോ സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അപ്പോൾ പോകാം നമുക്ക് ആ ഇടത്തേക്ക്. ആദ്യമായി അവിടുത്തെ കത്തീഡ്രൽ ഡേ സെലിബ്രേഷൻ. ഈശ്വര ചൈതന്യമേ നമോ നമഃ. ഓം ഈശ്വര കാരുണ്യമേ നമോ നമഃ. മഹാത്മ്യമേ നമോ നമഃ. നമോ 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 നമഃ. സഗ സഗ മദ മദ നിസ്സ സഗ സഗ മദ മദ നിസ്സ സഗ സഗ മദ മദ നിസ്സ. ആദിമുതൽക്കേ ഊഴിയിൽ നിറയുന്ന ആദിമ ചൈതന്യ തേജോരൂപമേ, ആനന്ദരൂപമേ, സന്നിധിയിങ്കൽ അവനിയിലടിയങ്ങൾ പ്രണമിക്കുന്നു. മധുരിതമായൊരു കുളിരായെന്നും മനസ്സിൽ നിറയും മഹിതേശ്വരനെ സഗസഗമാമഗമഗമദാദ മദമദനീനി ധനി ധനി സാസ. സ്വർണവർണ്ണ മാരി തൂകി സപ്തവർണ്ണ ശോഭയോടെ അംഗവർണ്ണ കാന്തിയോടെ പ്രപഞ്ചം നിന്നെ പ്രണമിക്കുന്നു. ലോകരക്ഷകനായി മണ്ണിൽ വന്ന ഭഗവൽ സുതനമ്മയിവൾ. ഇതിലേറെ ഇനി എന്ത് ഭാഗ്യമൊരു പെണ്ണിനെ തേടിയെത്താ. പരമഭാഗ്യയി മതിയാ. നന്നായിട്ടുണ്ട്, അടിച്ചു പൊളിച്ചല്ലോ എല്ലാവരും. ഗുഡ് പെർഫോമൻസ്. ഇതാര്? ജോർജ് കുട്ടിയോ? എന്തുണ്ട് ഇപ്പോഴാണോ കത്തീഡ്രൽ പരിപാടിക്ക് വരുന്നത്? നമസ്കാരം അച്ഛ. എയർപോർട്ടിൽ പോയിരിക്കുവായിരുന്നു ജോമോനെ കളക്ട് ചെയ്യുവാൻ. അവൻ അപ്പച്ചനോട് കൂടി ആയിരുന്നല്ലോ ഇത്രയും നാളും. അവരും വന്നിട്ടുണ്ട്. ഫിലിപ്പ് ചായന്റെ വീട്ടില്ല. ജോമോനെ, ദേ ഗീവറിക്സ് അച്ഛൻ. സുഖമായിരിക്കുന്നു ജോമോനെ? ഒത്തിരി നാളിന് ശേഷം വരുവല്ലേ? അതെ അച്ഛ. കത്തീഡ്രൽ ഡേ പരിപാടികൾ നന്നായിട്ടുണ്ടല്ലോ. എന്താ ആൾക്കാരാ? നമ്മുടെ പള്ളിയിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടോ?
കത്തീഡ്രൽ ഡേ വരുമ്പോഴും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വരുമ്പോഴും എല്ലാവരും വരും. എന്നാൽ കഴിഞ്ഞ മാസം സുവിശേഷ സംഘത്തിന്റെ ധ്യാന പ്രസംഗം വെച്ചപ്പോൾ ഇതിന്റെ 1/4 ആൾക്കാർ പോലും ഇല്ലായിരുന്നു. നാട്ടിലും ഇന്നേക്കാട്ടിലുമാണ് അച്ഛാ. ഇടവക ദിന ആഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടികൾ കണ്ടിട്ടുണ്ടോ? മത്സരമല്ലേ? പള്ളിയാണോ നൈറ്റ് ക്ലബാണോ ഡിസ്കോത്തേക്കാണോ എന്ന് തോന്നിപ്പോവും. അച്ഛാ, വഴിയുണ്ട്. ധ്യാന പ്രസംഗം ഉള്ളപ്പോൾ ബിരിയാണി അങ്ങോട്ട് വിളമ്പണം. കിച്ചണും പൂട്ടി കുറെ പേര് വരും. ജോർജ് കുട്ടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു വിശുദ്ധ മത്തായിയുടെ 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ. ഇത് ഓർത്തുകൊള്ളുക. അടുത്തതായി, ഒരു വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനും പോകുവാൻ വേണ്ടി ഒരുങ്ങുന്ന ജോർജ് കുട്ടിയുടെ കുടുംബം. പള്ളിയിലേക്ക് വിശുദ്ധ കുർബാന കൂടുവാൻ. ഇങ്ങനെയാണോ വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ പോകുന്നത്? അമ്മ പ്രാർത്ഥനയോട് അതിനുവേണ്ടി ഒരുങ്ങിയോ? പ്രാർത്ഥിച്ചു. എല്ലാരും എന്റെ സാരി കാണണം, എന്നെ നോക്കണം. എല്ലാരും എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ നോക്കണം, ജിമിക്ക് നോക്കണം. ആൽബിൻ ചേട്ടാ, ജെസി ചേച്ചി, ഇങ്ങനെയാണോ നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നത്? അതെ, ടീഷർട്ടും ചേഞ്ച് ഇട്ട് സ്റ്റൈലിഷ് ആയിട്ടാണ് ഞാൻ സൺഡേ സ്കൂളിലേക്ക് പോകുന്നത്. നീ ഒരുങ്ങിയോ? ഇങ്ങനെയാണോ നീ പള്ളിയിലേക്ക് പോകുന്നത്? അതെ, അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ പ്രകാരം നമ്മൾ പള്ളിയിൽ ഏത് കാര്യത്തിനു വേണ്ടി പോയാലും ലളിതമായി പ്രാർത്ഥനയോടെ ഒരുങ്ങിപ്പോകണം. കാരണം അവിടെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നു. നമ്മളുടെ സ്വയം പ്രദർശനത്തിനോ പ്രശംസയ്ക്കോ പൊങ്ങച്ചത്തിനോ ആളാകുവാൻ വേണ്ടിയോ അല്ല നമ്മൾ പോവേണ്ടത്. മറിച്ച് ആത്മാവിന്റെ ഫലങ്ങളെ പ്രാവർത്തികമാക്കി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവഭക്തിയോടെ പോകണം. ഇത് ഓർത്തുകൊള്ളുക. അടുത്തതായി, സൺഡേ സ്കൂളിലെ സോങ് സെഷന്റെ ഇടയിൽ പള്ളിയിൽ വരുന്നത് ഇതിനാണോ? അടുത്തതായി, പൊതുയോഗ ദിവസം. ജോർജുട്ടി, ഒരു അച്ഛൻ എന്ന രീതിയിൽ ഞാൻ പറയുന്ന കേൾക്ക്. അത് വലിയ വിഷയമാക്കാതെ അഹംഭാവം വിട്ട് ക്ഷമിച്ചു കള. അങ്ങനെ പറഞ്ഞ ശരിയാത്തില്ല അച്ഛ. ഞാൻ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഈ പള്ളിക്ക് വേണ്ടി ഞാൻ കുറെ പ്രവർത്തിച്ചിട്ടുമുണ്ട്, സംഭാവന ചെയ്തിട്ടുമുണ്ട്. എന്റെ പേരവിടെ വെണ്ടയ്ക്ക് അശ്രത്തി വരണം. എന്നോടാ കളി. അത് മനസ്സിൽ വെച്ചാ മതി. അപ്പാ, എന്താടാ? എന്താ ജോമോനെ? MGO കഴിഞ്ഞു, നമുക്ക് വീട്ടിൽ പോവാം. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നു. സദൃശവാക്യങ്ങളിൽ പറയുന്നത് പോലെ അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഇത്
ഓർത്തുകൊള്ളുക. അടുത്തതായി വീട്ടിലെ സന്ധ്യാ പ്രാർത്ഥനയുടെ സമയത്ത്. നമസ്കാരം അളിയ, വൈകിട്ടെന്താ പരിപാടി? ഒന്ന് കൂടണ്ടായോ? അപ്പച്ചനും അമ്മച്ചിയും അച്ഛനും ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിനു മുമ്പ് വന്നിട്ട് പോ. ജെസ്സി, എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നേ. ആൽവിൻ ടി വിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് ഫിനാലെയാ. ജിൻഡോ ജയിക്കുന്നുണ്ടോ ഇല്ലയോന്ന് കാണണം. ഇല്ല മമ്മി, ജാസ്മിനോ അർജുനോ ജയിക്കും, നോക്കിക്കോ. നോക്കാം. അതെ, ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യും, എനിക്കിന്ന് സമയമില്ല. അമ്മ, പ്രാർത്ഥിക്കാൻ സമയമായി, നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. നിക്ക് മോനെ, ബിഗ് ബോസ് ഫിനാലെയാ, അത് കഴിഞ്ഞിട്ട് മതി. എന്റെ കൂട്ടുകാരൻ വരും, അത് കഴിഞ്ഞിട്ട് മതി. എന്റെ ഗെയിം ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഈ സമയത്ത് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എന്തും ചെയ്യത്തുള്ളൂ. അച്ഛാ, ഇവിടെ നടക്കുന്നത് കണ്ടോ? പള്ളിയിലായാലും വീട്ടിലായാലും ഒരു പ്രാർത്ഥന ജീവിതവുമില്ല. അറിയാം ജോമോനെ, ജീവനുള്ള ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധ്യം ഇല്ലാത്തത് കൊണ്ടും സൗകര്യങ്ങൾ കൂടിപ്പോയതിൻ്റെ കുഴപ്പവും കൊണ്ടാണ് പ്രാർത്ഥന ഇല്ലാതെ പോകുന്നത്. പിന്നെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ജീവിക്കുന്നതിൻ്റെ കുഴപ്പവും. എന്തിന്? ഇതൊക്കെയാണോ ആത്മീയത? ദാ നോക്ക്, അതാണ് ശരിക്കുമുള്ള ദൈവത്തിൻ്റെ ആലയം. ഒരു കാപ്പട്യവുമില്ലാത്ത പരിശുദ്ധാത്മാവ് നിറഞ്ഞു വസിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ഉത്തമ ഓർത്തഡോക്സ് ദേവാലയം. ജോർജ് കുട്ടി, നിങ്ങളുടെ ജീവിത രീതികളെല്ലാം കുറെ നാളായി ഞാനും അമ്മച്ചിയും കണ്ടും കേട്ടും സഹിക്കുന്നു. അഴിച്ചുവിട്ടുള്ള ഈ പ്രവണതയിൽ നിന്ന് നിങ്ങൾ മാറണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇത് മാറുകയില്ല. വാ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ,
അവിടുത്തെ രാജ്യം